ഹലോ ഫ്രണ്ട്സ്, അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എന്റെ വളരെ നാളത്തെ ആഗ്രഹമാണ് അലാസ്ക. കുറെ നാളായി അവിടെ പോകണം പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. ഫൈനലി വി ഡിഡ് ഇറ്റ്. അലാസ്ക എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് അലാസ്ക. അതിഗംഭീരമായ പ്രകൃതി രമണീയത, വ്യത്യസ്തങ്ങളായ ആവാസ വ്യവസ്ഥ, അതിവിശാലമായ വന്യത എന്ന് വെച്ചാൽ വളരെ സ്ഥലങ്ങള് വിജനമാണ്. അവിടെ വന്യമായ പർവ്വത ശിഖരങ്ങളും അല്ലെങ്കിൽ പർവ്വത ഭൂമികളും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ്. എവിടെ നോക്കിയാലും മഞ്ഞണിഞ്ഞ മലനിരകൾ. പ്രത്യേകിച്ച് നമ്മൾ വിന്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും മഞ്ഞണിഞ്ഞു നിൽക്കുന്ന മലകള്, അതിനിടയിൽ അതിഗംഭീരമായിട്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിന്റെ ശിഖരങ്ങൾ, പിന്നെ ധാരാളം ഗ്ലേഷ്യറുകള്, വെള്ളച്ചാട്ടങ്ങള്, വന്യജീവികള്, അങ്ങനെ നമ്മളെ സ്തബ്ധരാക്കുന്ന ഒരു പ്രകൃതി സൗന്ദര്യം. സ്റ്റണ്ണിങ്, ബ്രത്ത് ടേക്കിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഭംഗി. നമ്മുടെ നാട്ടില് നമുക്ക് കേരളത്തിൽ 44 നദികൾ എന്തോ ആണ്. പക്ഷെ ഇവിടെ 12,000-ലധികം നദികളുണ്ട്. 3 മില്യണിലധികം, അതായത് 30 ലക്ഷത്തിലധികം തടാകങ്ങൾ അവിടെയുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് വാവ് എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് അലാസ്ക. ഇനി അലാസ്കയുടെ മറ്റ് പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ 48 സംസ്ഥാനങ്ങളാണ്. സാധാരണ നിങ്ങൾ ഈ അമേരിക്കയുടെ ഈ ഭാഗം കാണുമ്പോൾ ഈ ഭൂവിഭാഗത്ത് 48 സംസ്ഥാനങ്ങളാണ്. മൊത്തം 50 സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ 2 സംസ്ഥാനങ്ങൾ എവിടെ പോയി? ഒന്ന് പസഫിക് സമുദ്രത്തിൽ കിടക്കുന്ന ദ്വീപ് സമൂഹങ്ങളാണ്, ഹവായി. അതാണ് 50-ാമത്തെ സംസ്ഥാനം. അപ്പൊ 49-ാമത്തെ സംസ്ഥാനം കിടക്കുന്നത് അമേരിക്കയുടെ ഈ 48 സംസ്ഥാനങ്ങൾക്ക്, അതായത് മെയിൻ ലാൻഡിന് മുകളിൽ കാനഡയുണ്ട്. നോർത്ത് ഭാഗത്ത് കാനഡയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട്, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് അലാസ്ക. ഇത് പണ്ട് 1867 റഷ്യയിൽ നിന്ന് $7.2 മില്യൺ, അതായത് $72 ലക്ഷം കൊടുത്ത് അമേരിക്ക വാങ്ങിയതാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അലാസ്ക. അപ്പൊ അതിന്റെ ഭൂരിഭാഗവും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മൈലില് ഒരാള് എന്ന രീതിയിലാണ് അവിടുത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഈ മൊത്തം റഷ്യക്ക് കൊടുത്തത് $7.2 മില്യൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഏരിയ വെച്ച് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ ഒരു ഏക്കറിന് കൊടുത്തത് 2 സെന്റ് ആണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് അലാസ്കയിലെ പ്രകൃതി വിഭവങ്ങളൊക്കെ അമേരിക്ക കണ്ടുപിടിച്ച്, അതായത് സ്വർണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓയിലുണ്ട്, പെട്രോളിയം. ഇതെല്ലാം പിന്നീടാണ് അമേരിക്ക കണ്ടുപിടിച്ച് അവിടെ ഖനനം ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇവിടുത്തെ കോസ്റ്റൽ ലൈൻസ്, അമേരിക്കയുടെ ഈ 48 സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ കോസ്റ്റൽ ലൈൻസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ, കൂട്ടിക്കഴിഞ്ഞാൽ അതിലും കൂടുതലാണ്, ആൾമോസ്റ്റ് ഡബിൾ ആണ് അലാസ്കയുടെ കോസ്റ്റൽ ലൈൻ. അപ്പൊ അത്രയധികം കോസ്റ്റൽ ലൈൻ ഉള്ളത് കൊണ്ട് സീ ഫുഡ് അവിടുത്തെ ഒരു പ്രധാന വിഭവമാണ്. വളരെയധികം വ്യത്യസ്തങ്ങളായ മീനുകളും അതുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണ വിഭവങ്ങളും ഒക്കെ ഇവിടെ വളരെയധികം ലഭ്യമാണ്. അതാണ് അവിടുത്തെ ഫുഡിലുള്ള ഒരു പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു, വിസ്തീർണത്തില് അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അലാസ്ക. ഇറ്റ് ഈസ് സോ വാസ്റ്റ്, അത്ര വിശാലമാണ്, ദുർഘടമാണ്, പരുക്കനാണ്. അങ്ങനെയുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് അലാസ്കയിലുള്ളത്. ജൂനോ ആണ് അമേരിക്കയുടെ ക്യാപിറ്റല്. പക്ഷെ ജൂനോ സ്ഥിതി ചെയ്യുന്നത് അലാസ്കയുടെ തെക്ക് ഭാഗത്ത്, കാനഡയുടെ പടിഞ്ഞാറായിട്ട് ചെറിയ ഒരു വാല് പോലെ ഒരു ഭാഗമുണ്ട്. അപ്പൊ അവിടെയുള്ള ഒരു ഫ്യോർഡിന്റെ തീരത്തുള്ള ഒരു പട്ടണമാണ് ജൂനോ. അതാണ് അലാസ്കയുടെ തലസ്ഥാനം. ഇവിടെ പിന്നെ മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ധാരാളമായിട്ടുള്ള വൈൽഡ് ലൈഫാണ്. അത് വ്യത്യസ്തമായ വൈൽഡ് ലൈഫാണ്. നമ്മൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ പോകുമ്പോൾ കാണുന്ന വൈൽഡ് ലൈഫിനേക്കാൾക്ക് കുറച്ചുകൂടി വ്യത്യസ്തത ഉള്ള ഒരു വൈൽഡ് ലൈഫാണ് നമ്മൾ അലാസ്കയിലും അങ്ങനെ ധ്രുവ പ്രദേശങ്ങളിലൊക്കെ കാണുന്നത്. 3 സ്പീഷീസ് ബെയറുകൾ അല്ലെങ്കിൽ കരടികളുണ്ട് ഇവിടെ. ഒന്ന് ബ്ലാക്ക് ബെയേഴ്സ്, മറ്റൊന്ന് ഗ്രിസ്ലി ബെയേഴ്സ് അല്ലെങ്കിൽ ബ്രൗൺ ബെയേഴ്സ്, പിന്നൊന്ന് പോളാർ ബെയേഴ്സ്. പോളാർ ബെയേഴ്സ് കൂടുതലായിട്ടുമുള്ളത് ധ്രുവ പ്രദേശങ്ങളിലാണ്, അലാസ്കയുടെ ഏറ്റവും വടക്കുള്ള ഭാഗങ്ങളിലാണ് കാണുക. ഈ ഗ്രിസ്ലി ബെയേഴ്സിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് സാധാരണ ബ്രൗൺ ബെയേഴ്സ്, പിന്നെ ഇവിടെയുള്ള ഒരു കോഡിയാക് ആർച്ചിപ്പിലാഗോ അല്ലെങ്കിൽ അവിടുത്തെ ഐലൻഡുകളുടെ ഒരു സമൂഹമുണ്ട്, കോഡിയാക് ഐലൻഡുകൾ. അവിടെയുള്ള കോഡിയാക് ബ്രൗൺ ബെയേഴ്സ്, അതാണ് ലോകത്തിലെ കരടികളിൽ ഏറ്റവും വലിപ്പം കൂടിയ കരടികൾ. പിന്നെ മൂസ്, വുൾഫ്, കരീബു അല്ലെങ്കിൽ റെയിൻഡിയർ, ഡാൾ ഷീപ്പ്. ഈ ഡാൾ ഷീപ്പ് സാധാരണ പർവ്വതങ്ങളുടെ ഒക്കെ മുകളിൽ ഏറ്റവും അറ്റത്താണ് നമ്മൾ കാണുക. എൽക്ക്, ബോൾഡ് ഈഗിൾ, ഫോക്സ്, പഫിൻസ്, സീ ലയൺസ്, അങ്ങനെ ധാരാളമാണ്. കടലിലാണ് സാധാരണ ഈ സീ ലയൺസ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഹംബാക്ക് വെയിൽസ്.
സാൽമൺ മത്സ്യങ്ങള്, വളരെയധികം മറ്റു രീതിയിലുള്ള മത്സ്യങ്ങള്, ഓർക്ക അല്ലെങ്കിൽ കില്ലർ വെയിൽസ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വന്യജീവികളെ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഭൂപ്രദേശം. വില്ലോ ടാർമിഗൻ എന്ന ഒരു പ്രാവ് പോലെയുള്ള ഒരു പക്ഷിയാണ് ഇവിടുത്തെ അലാസ്കയുടെ സ്റ്റേറ്റ് ബേർഡ് എന്ന് പറയുന്നത്. അത് ഈ കാമിഫ്ലാഗ് ചെയ്യാൻ മിടുക്കനാണ്. എന്ന് വെച്ചാല് ഈ മഞ്ഞ് ഉണ്ടാവുന്ന സമയത്ത് എല്ലാം ഭാഗം വെളുത്തിരിക്കുകയാണല്ലോ. അപ്പൊ ഈ പക്ഷിയുടെ ദേഹത്തുള്ള തൂലുകളൊക്കെ അത് വെളുത്ത നിറത്തിലേക്ക് മാറാൻ തുടങ്ങും. അപ്പൊ പരിസരവുമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ അങ്ങനെ കാമിഫ്ലാഗ് ചെയ്യാൻ കഴിവുള്ള ഒരു പക്ഷി കൂടിയാണ് ഈ വില്ലോ ടാർമിഗൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വന്യമൃഗങ്ങളില് മൂസ്, അതാണ് അലാസ്കയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ് അനിമൽ. ഈ മൂസ് എന്ന് പറയുന്നത് മാൻവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള മാൻവർഗത്തിൽപ്പെട്ട ഒരു സ്പീഷീസ് ആണ്. ചിനൂക്ക് സാൽമൺ. ഈ സാൽമൺ മത്സ്യങ്ങൾ തന്നെ പല കാറ്റഗറി അല്ലെങ്കിൽ പല സ്പീഷീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചിനൂക്ക് സാൽമൺ. അതാണ് അലാസ്കയുടെ സ്റ്റേറ്റ് ഫിഷ്. ഇതിനെ കിങ് സാൽമൺ എന്നും വിളിക്കാറുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കടലിൽ ജീവിക്കുന്ന ഈ മത്സ്യങ്ങള് ജനിക്കുന്നത് അല്ലെങ്കിൽ മുട്ട വിരിയുന്നത് ശുദ്ധജലത്തിലാണ്. കരയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ശുദ്ധജലത്തിലാണ്. അവിടെ നിന്ന് കടലിൽ പോകുന്ന ഈ മത്സ്യങ്ങള് മുട്ടയിടാൻ സമയമാകുമ്പോൾ സ്പോണിംഗ് ഗ്രൗണ്ട്സുകൾ തേടി അല്ലെങ്കിൽ അത് ജനിച്ച സ്ഥലത്തേക്ക് തന്നെ മുട്ടയിടുന്നതിന് വേണ്ടി അത് തിരിച്ചു വരും. അപ്പൊ അത് ഈ അലാസ്കയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ചിനൂക്ക് സാൽമൺസ്. പിന്നെ പ്രത്യേകിച്ച് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് അലാസ്കയിലാണ്, മൗണ്ട് മക്കൻലി. അതിനെ മൗണ്ട് ഡെനാലി എന്ന് വിളിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ 12,000-ലധികം നദികളും 30 ലക്ഷത്തിലധികം ലേക്കുകളും ഉണ്ട്. അതുപോലെ തന്നെ 1000-ലധികം ഗ്ലേഷ്യേഴ്സ് ഇവിടെയുണ്ട്. ഗ്ലേഷ്യേഴ്സിനെ പറ്റി നിങ്ങൾക്കറിയാം, പണ്ട് കാലത്ത് ഭൂമി മുഴുവൻ മഞ്ഞു മൂടിക്കിടന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് മുതലേ പല ഭാഗങ്ങളിലും ഉറഞ്ഞു കിടക്കുന്ന ഐസുകൾ ഇന്നും അതേപോലെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. പർവ്വതങ്ങളുടെ മുകളിൽ ഐസ് ഫീൽഡ് എന്നാണ് അതിനെ വിളിക്കുക. ഈ ഐസ് ഫീൽഡുകൾ താഴേക്ക് ഒഴുകി അല്ലെങ്കിൽ താഴേക്ക് പടർന്ന് പല ഭാഗങ്ങളിലും ചെന്ന് നമുക്ക് അവസാനിക്കുന്നത് കാണാൻ കഴിയും. ചിലപ്പോ കരയില് അല്ലെങ്കിൽ സമതലങ്ങളില് അല്ലെങ്കിൽ കടലിലൊക്കെ വന്ന് അവസാനിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള 4 തരത്തിലുള്ള ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. കടലിൽ വന്ന് അവസാനിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ വന്ന് അവസാനിക്കുന്ന ഗ്ലേഷ്യേഴ്സിനെയാണ് ടൈഡ് വാട്ടർ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത് നോർത്തേൺ ലൈറ്റ്സിനെ പറ്റിയാണ്. അലാസ്കയുടെ നോർത്തേൺ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ 6 മാസം പകലും 6 മാസം രാത്രിയൊക്കെയാണ്. ഞങ്ങൾ പോയ സമയത്തും അവിടെ ഇരുട്ട് എന്നൊന്നും ഞങ്ങൾ കണ്ടിട്ടേയില്ല. 20 മണിക്കൂർ പകല്, 4 മണിക്കൂർ രാത്രിയാണെങ്കിലും ആ രാത്രി സമയത്തും അവിടെ വെളിച്ചം ഇങ്ങനെ തങ്ങി നിൽക്കും. അപ്പൊ ഏതാണ്ട് 24 മണിക്കൂർ ഞങ്ങൾക്ക് വെളിച്ചമായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് കാണുന്നില്ല, അതായത് അറോറ ബോറിയാലിസ്. വിന്റർ ആയി കഴിയുമ്പോൾ ഇരുട്ട് കൂടുതലാണ്, രാത്രി കൂടുതലാണ്. ആ സമയത്ത് ഏറ്റവും ഭംഗിയായിട്ട് അറോറ ബോറിയാലിസ് അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ് കാണുന്നതിന് ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണ് ഈ അലാസ്കയും അതിന്റെ നോർത്തേൺ ഭാഗങ്ങളും ഒക്കെ. പോപ്പുലേഷൻ ഡെൻസിറ്റി ഇവിടെ വളരെ കുറവാണ്. ഒരു സ്ക്വയർ മൈലിൽ ഒരാൾ എന്ന രീതിയിലാണ് ഇവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി. അതായത് പോപ്പുലേഷൻ തന്നെ മൊത്തം വളരെ കുറവാണ്. ഇത്രയും പരുക്കനായ, ഇത്രയും തണുപ്പേറിയ വിജനമായ പ്രദേശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പോപ്പുലേഷൻ ഈസ് വെരി ലെസ് ഹിയർ. അലാസ്കൻ ഫ്ലാഗിന് ഒരു പ്രത്യേകതയുണ്ട്. 13 വയസ്സായ ബെന്നി ബെൻസൺ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഡിസൈൻ ചെയ്ത ഒരു ഫ്ലാഗ് ആണിത്. 1927 ഈ ഫ്ലാഗ് ആ കുട്ടി ഡിസൈൻ ചെയ്യുന്നത്. അതില് 8 സ്റ്റാറുകളെ കാണാം. അതില് ഒരു സ്റ്റാർ അലാസ്കയെ പ്രതിനിധീകരിക്കുന്നതാണ്. അതിൽ ബാക്കിയുള്ള 7 സ്റ്റാർ ഒരു പ്രത്യേക രൂപത്തിൽ നിങ്ങൾക്ക് കാണാം. അത് ഉഴ്സ മേജർ എന്ന ഒരു കോൺസ്റ്റലേഷനിലെ
ഒരു നക്ഷത്ര സമൂഹങ്ങളുണ്ട് ബിഗ് ഡിപ്പർ എന്ന രീതിയിൽ. അതിന്റെ രൂപമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ താഴത്തെയുള്ള 7 സ്റ്റാറുകൾ. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തെ പറ്റി പറയുകയല്ല, മൊത്തം ഞങ്ങളുടെ യാത്രയുടെ ഒരു റൂട്ട്, ഞങ്ങൾ എവിടേക്ക് പോയി, എന്തൊക്കെ കണ്ടു, അതിനെപ്പറ്റിയുള്ള ഒരു ഓവറോൾ വിവരണം, യാത്രയുടെ ഒരു റൂട്ട്. അതായത് ഇപ്പൊ ആരെങ്കിലും അലാസ്ക കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടും. കാരണം അതിന്റെ ഒരു ഐറ്റിനറി ഉണ്ട്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടുതന്നുണ്ട്, അവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഓരോ ഭാഗത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ മൊത്തം ഒരു യാത്രയുടെ ഒരു ഔട്ട്ലൈൻ, അതായത് 2 ആഴ്ച അവിടെ എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് മൊത്തമായിട്ടുള്ള ഒരു യാത്രയുടെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇത്തവണയും ഞാൻ പതിവ് തെറ്റിച്ചില്ല. ഞങ്ങളുടെ താമസം സാൻ ഫ്രാൻസിസ്കോയിലാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരിട്ട് ആംഗ്രേജിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുക്കുകയാണ് ചെയ്തത്. ഈ മാപ്പിൽ നീലനിറത്തിൽ കാണുന്നതാണ് ഞങ്ങളുടെ മൊത്തം റൂട്ട്. ഇത് മൊത്തം 1500 മൈലാണ് ഇപ്പൊ ഈ റൂട്ടിൽ ഞാൻ പ്ലാൻ ചെയ്തതെങ്കിലും അവസാനം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അത് 2200 മൈലുകൾക്ക് അപ്പുറമായി. അതായത് ഏതാണ്ട് 3540 കൂടുതൽ കിലോമീറ്ററുകൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്തു ഈ മൊത്തം 2 ആഴ്ചയിൽ ഈ അലാസ്ക കാണുന്നതിന് വേണ്ടി. ഈ വിമാനത്തിൽ കയറി നമ്മൾ അലാസ്കയുടെ അടുത്തെത്തുമ്പോഴേക്കും, അതായത് ആംഗ്രേജിന്റെ ഒക്കെ അടുത്തെത്തുമ്പോഴേക്കും മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ മലനിരകൾ നമുക്ക് വിമാനത്തിന്റെ ജനാലകളിലൂടെ കാണാൻ കഴിയും. അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. ആദ്യമായിട്ടാണ് നമ്മൾ അലാസ്കയുടെ ആ മനോഹാരിത നേരിട്ട് കാണുന്നത്. പ്രകൃതി നിറഞ്ഞ ഏതെങ്കിലും പോസ്റ്റ് കാർഡുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്തുള്ള ഫോട്ടോ ആയിരിക്കും ഈ കാർഡുകളായിട്ടൊക്കെ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഞങ്ങൾ അലാസ്കയിലെ ഏറ്റവും വലിയ പട്ടണമായ ആംഗ്രേജിൽ ചെന്നെത്തി. ഞങ്ങൾ ചെന്നിറങ്ങുന്നത് ഒരു രാത്രി 9:30 അടുത്താണ്. 9:30 ആണെങ്കിലും അവിടെ നല്ല പകൽ വെളിച്ചമാണ്. നമ്മുടെ നാട്ടിലൊക്കെ വൈകുന്നേരം 5:30 അല്ലെങ്കിൽ 5:45 ആ സമയത്തുള്ള ഒരു വെളിച്ചമുണ്ടല്ലോ, ആ സമയത്തുള്ള വെളിച്ചം പോലെയാണ് രാത്രി 9:30 ഞങ്ങളിവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഉള്ളത്. ഇനി ഒന്ന് പറയാനുള്ളത്, അലാസ്കയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അലാസ്കയിലേക്ക് ഞങ്ങൾ പോയി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ ക്രൂസ് എടുത്താണോ പോകുന്നതെന്നാണ്. ക്രൂസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആഡംബര കപ്പലുകൾ 3000 4000 ആളുകളൊക്കെ കയറ്റി പല തുറമുഖങ്ങളെയും കണക്ട് ചെയ്ത് നിങ്ങളെ അവിടെ കൊണ്ടിറക്കി കാഴ്ചകൾ കാണിച്ച് പിറ്റേ ദിവസം വീണ്ടും അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് കാഴ്ചകൾ കണ്ട് അങ്ങനെ ഓരോരോ തുറമുഖങ്ങളെയും കണക്ട് ചെയ്ത് പോകുന്ന ആഡംബര കപ്പലുകൾ, യാത്രകൾ, അതാണ് ക്രൂസ് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഷിപ്പിൽ തന്നെ കിടന്നുറങ്ങാം, അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാം, അത് ഓരോ സ്ഥലത്ത് അടുപ്പിക്കുമ്പോൾ അവിടെ ഇറങ്ങി കാഴ്ചകൾ കാണാം. പകല് കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ രാത്രി തിരിച്ചു വരും. അതാണ് ക്രൂസ്. അപ്പൊ നമ്മൾ ക്രൂസ് എടുത്ത് പോയോ എന്നാണ് പലരുടെയും ചോദ്യം. ഞങ്ങൾ അങ്ങനെ പോയില്ല. ഞങ്ങൾ പോയത്, ഞാൻ സാധാരണ യാത്ര ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഞാൻ സാധാരണ ഫ്ലൈറ്റ് എടുത്ത് എവിടെയെങ്കിലും ചെന്നിറങ്ങും. നോർമലി ആ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ഞാൻ ഒരു കാർ വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത റൂട്ട് അനുസരിച്ച്, എന്റെ പ്ലാൻ അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് ഡ്രൈവ് ചെയ്ത് നമ്മൾ പോയി കാണുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓരോ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴും നമുക്ക് അവിടെ നിന്ന് ചെറിയ ചെറിയ യാത്രയ്ക്കുള്ള നമുക്ക് 1 ഡേ ട്രിപ്പോ അല്ലെങ്കിൽ ഹാഫ് ഡേ ട്രിപ്പോ അല്ലെങ്കിൽ ചെറിയ ട്രിപ്പുകളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. അത് നമുക്ക് കാർ കൊണ്ട് കാണാൻ കഴിയാത്തതാണെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. കാർ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗുണം എന്നുള്ളത് നമുക്ക് എവിടെയെങ്കിലും നിർത്തി നമുക്ക് ഇഷ്ടമായ രീതിയിൽ ഇഷ്ടമുള്ള സമയത്തോളം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് എല്ലാം പോയി കണ്ടിട്ട് അവസാനം തിരിച്ച് വിമാനത്താവളത്തിലെത്തി ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത കാറും കൊടുത്ത് തിരിച്ച് ഫ്ലൈറ്റിൽ തന്നെ വീട്ടിലേക്ക് മടങ്ങും. ഇതാണ് എന്റെ ഒരു റുട്ടീൻ. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത്, അതായത് അവിടെ ആയിരുന്ന ഈ 2 ആഴ്ചകളിൽ, ഞാനത് നേരത്തെ പറഞ്ഞു, പകൽ എന്ന് പറയുന്നത് 20 മണിക്കൂറാണ്, രാത്രി 4 മണിക്കൂറും. രാവിലെ ഏതാണ്ട് 4 മണിക്ക് തന്നെ സൂര്യൻ ഉദിക്കും, രാത്രി 12 മണിയോടടുത്താകും സൂര്യൻ അസ്തമിക്കാൻ. അപ്പൊ അതിന്റെ ഇടയിൽ 4 മണിക്കൂറുണ്ട്. ഈ 4 മണിക്കൂർ രാത്രിയാണെന്ന് പറഞ്ഞാലും ഇരുട്ട് വരാറില്ല. ഒരു ചെറിയ മങ്ങിയ വെളിച്ചം, നമ്മുടെ അവിടെ ഒരു 6 മണി 6:30 ആകുമ്പോൾ ഒരു വെളിച്ചമുണ്ടല്ലോ, അങ്ങനെയാണ്. അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെളിച്ചമുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ കാണുന്ന ഫോട്ടോ ഞങ്ങൾ ഏതാണ്ട് 10 മണിക്ക് എടുത്തൊരു ഫോട്ടോ ആണ്. ഈ കാണുന്ന വീഡിയോ ഇതാണെങ്കിൽ രാത്രി 12 മണിക്ക് എടുത്താണ്. ഒരു ദിവസം രാത്രി നോർത്തേൺ ലൈറ്റ്സ് കാണാൻ സാധിക്കും. അതിന് കൂടുതൽ സൺ ആക്റ്റീവ് ആണ് എന്ന് പറഞ്ഞ സൺഫ്ലെയർ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഒക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നോർത്തേൺ ലൈറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എണീറ്റതാണ്. അന്ന് ആക്ച്വലി നോർത്തേൺ ലൈറ്റ്സ് കാണാമായിരുന്നു, പക്ഷേ അവിടെ ക്ലൗഡി ആയതുകൊണ്ടും റെയിൻ ആയതുകൊണ്ടും ഞങ്ങൾക്ക് അതൊന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ ആംഗ്രേജിൽ 2 ദിവസം 2 പകല് താമസിച്ചു, മൊത്തം 3 രാത്രി. അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിലാണ് ആക്ച്വലി പറയാൻ പോകുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ടച്ച് ചെയ്തു പോകുന്നുള്ളൂ. അതിമനോഹരമായ പ്രദേശമാണ് ഈ ആംഗ്രേജ് എന്ന് പറയുന്നത്. ആംഗ്രേജിലെ ആദ്യ ദിവസം ഞങ്ങൾ ആംഗ്രേജിൽ നിന്ന് താഴോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് പ്രകൃതി രമണീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു റോഡുണ്ട്. ഞങ്ങൾ ആ റോഡിലൂടെ യാത്ര നടത്തി.
അതിന് പല പോയിന്റുകളിലും നമുക്ക് കാണാവുന്ന സ്ഥലങ്ങളും നിർത്താവുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളും കണ്ട് കണ്ട് ഞങ്ങൾ താഴേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. ഒന്ന് ഉദാഹരണത്തിന് പോർട്ടേജ് ലേക്ക്, അതുപോലെ തന്നെ പോർട്ടേജ് ഗ്ലേഷ്യർ. പോർട്ടേജ് ഗ്ലേഷ്യറിലേക്ക് ഞങ്ങൾ ഒരു ഹൈക്ക് ചെയ്തു. പിന്നെ അതുപോലെ അവിടെ പ്രധാനപ്പെട്ട ഒന്നാണ് അലാസ്ക വൈൽഡ് ലൈഫ് കൺസർവേഷൻ സെന്റർ. ആംഗ്രേജിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ പോകേണ്ടതാണ്. നമുക്ക് പല വൈൽഡ് അനിമൽസിനെയും നമുക്ക് അവിടെ ഈ കൺസർവേഷൻ സെന്ററിൽ കാണാൻ കഴിയും. കൺസർവേഷൻ സെന്റർ എന്ന് പറയുന്നത് ഒരു സൂ അല്ല. അവിടെ ഒന്നുകിൽ എക്സ്റ്റിങ്ക്ട് ആവുന്ന അനിമൽസിനെ കൊണ്ടുവന്ന് അവരെ വളർത്തി വലുതാക്കുക, അല്ലെങ്കിൽ അപകടം പറ്റിയ അനിമൽസിനെ കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിക്കുക. പിന്നെ ബേബി മൃഗങ്ങൾ, അതായത് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോകും, അമ്മയൊക്കെ ചത്തുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോവുകയോ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുവന്ന് പാലൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സെന്റർ ആണ് ഈ കൺസർവേഷൻ സെന്റർ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ വേറൊരു ഗ്ലേഷ്യർ ട്രയൽ വഴി അവിടെ കുറെ സമയം ചെലവഴിച്ചു. അപ്പൊ ഞങ്ങൾ ആദ്യ ദിവസം തന്നെ അലാസ്കയെ ഒന്ന് നാച്ചുറലി അടുത്തറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ആദ്യത്തെ ദിവസം ചെലവഴിച്ചത്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ആംഗ്രേജ് പട്ടണത്തിൽ തന്നെയാണ് ചെലവഴിച്ചത്. അവിടെ വളരെയധികം സ്ഥലങ്ങളുണ്ട്, നമുക്ക് ഡ്രൈവ് ചെയ്ത് ചെന്ന് കാണാവുന്ന പല ഇതുണ്ട്, കുറെ ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ദിവസം അവിടെ ചെലവഴിച്ചു. പിന്നെ ഞങ്ങളുടെ യാത്രയുടെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ദിവസമായിരുന്നു, ഒരു ഡ്രൈവിംഗ് ഡേ. മൊത്തം യാത്രയിൽ 3 ദിവസങ്ങൾ ഞാൻ ഡ്രൈവിങ്ങിന് മാത്രം മാറ്റിവെച്ചിരുന്നു. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്ന ദിവസം, അങ്ങനെയാണ് യാത്ര ചെയ്തത്. അപ്പം ഈ ഡ്രൈവിംഗിനിടയിൽ നമുക്ക് കുറച്ച് മണിക്കൂറേ ഉള്ളൂ എങ്കിലും ഇടയ്ക്ക് പല സ്ഥലങ്ങളിലും നിർത്തി നിർത്തി ഓരോ കാഴ്ചകൾ കണ്ട് അവിടെ ചിലപ്പോൾ ടിക്കറ്റ് എടുത്ത് കാണേണ്ടതായിരിക്കും, ചിലപ്പോൾ ബസ്സിന് പോകേണ്ടതായിരിക്കും, ചിലപ്പോൾ ഹൈക്ക് ചെയ്യേണ്ടതായിരിക്കും, ചിലപ്പോൾ ബോട്ടിംഗ് നടത്തേണ്ടതായിരിക്കും. അപ്പൊ അങ്ങനെ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്ത് അതൊക്കെ നമ്മൾ സമയമെടുത്താണ് വൈകുന്നേരം ആവുമ്പോഴേക്കും അടുത്ത ലക്ഷ്യത്തിലെത്തുന്നത്. അങ്ങനെയുള്ള 3 ദിവസങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ഒന്നാമത്തെ ഡ്രൈവിംഗ് ഡേ, അതായത് മൂന്നാമത്തെ ദിവസമായിരുന്നു അത്. ഫസ്റ്റ് ഡ്രൈവിംഗ് ഡേ ഞങ്ങൾ ചെയ്തത് ആംഗ്രേജിൽ നിന്ന് ഡെന്നാലിയിലേക്ക് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ താമസം ഡെന്നാലിയുടെ അല്പം വടക്ക് ഭാഗത്തുള്ള ഹീലി എന്ന ഒരു ചെറിയ ടൗണിലായിരുന്നു. ഡെനാലിക്ക് മുമ്പും അതിനുശേഷവും ഒക്കെ പല ഹോട്ടലുകളും എയർബിആൻബിയും ഒക്കെ അവൈലബിൾ ആണ്. എന്നാലും ഡെനാലിക്ക് ഏറ്റവും അടുത്തുള്ള പട്ടണം ഹീലിയാണ്. ഡെനാലിയിലേക്ക് വേണമെങ്കിൽ ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിനിന് പോകാം, വളരെ ഭംഗിയാണ്. പക്ഷെ കാർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു. ശരിക്കും ആംഗ്രേജിൽ നിന്ന് ഹീലിയിലേക്ക് 4 മണിക്കൂർ കൊണ്ട് നമുക്ക് കാർ ഓടിച്ചെത്താം, നമ്മൾ ഒരിടത്തും നിർത്താതെ പോവുകയാണെങ്കിൽ. 250 മൈലുണ്ട്, അതായത് 400 കിലോമീറ്റർ. പക്ഷെ നമ്മൾ യാത്രയിലാണ്. പോകുന്ന വഴിയിൽ ഏതാണ്ട് 20ഓളം സ്ഥലങ്ങളുണ്ട് നമുക്ക് നിർത്താൻ. അവിടെ നിർത്തി കാണാനും ആസ്വദിക്കാനും ഭക്ഷണം കഴിക്കാനും കാപ്പി കുടിക്കാനും ചിലപ്പം ഹൈക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയം ചെലവഴിക്കണം. വഴിയിൽ നല്ല നല്ല പല ടൗണുകളുണ്ട്, അവിടേക്ക് ഈ കാഴ്ചകൾ കാണണം. നല്ല ഭക്ഷണം ലഭിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സീ ഫുഡ്. അപ്പൊ അത് കഴിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രകൃതിയെ കണ്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ യാത്രയിൽ സമയമെടുത്ത് പോകും. ഉദാഹരണത്തിന് ഈ വഴിയിൽ മൗണ്ട് ഡെന്നാലി, അതായത് മൗണ്ട് മക്കൻലി കാണുന്ന 2 വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഇത്രയും അകലെ നിന്ന് ഈ മൗണ്ടിനെ കാണുകയാണെങ്കിൽ, ഈ മലനിരകളെ കാണുകയാണെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് അത് അകലെ നിന്ന് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ കഴിയും. പ്രത്യേകിച്ച് ഏറ്റവും പൊക്കം കൂടിയ പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ചുറ്റും മിക്കവാറും സമയങ്ങളിലൊക്കെ മേഘങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മള് കിട്ടുന്ന സമയങ്ങളൊക്കെ നോക്കണം, എപ്പോഴാണ് ഇതിന് ക്ലൗഡ് ഇല്ലാതെ ക്ലിയർ ആയിട്ട് കിട്ടുന്നതൊക്കെ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ നന്നായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വഴിയിൽ ചിലപ്പോൾ വൈൽഡ് ലൈഫ് കണ്ടെന്ന് വരും, അപ്പോൾ അവിടെ നിർത്തി വേണം പോകാൻ. അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഈ യാത്രയിൽ 2-3 പട്ടണങ്ങളുണ്ട്. ഒന്ന് എക്ലൂട്ന എന്നൊരു പട്ടണമുണ്ട്, അവിടെ ഒരു റഷ്യൻ ഓർത്തഡോക്സ് ട്രഡീഷൻസ്, അവരുടെ ചാപ്പലും ബുറിയൽ സൈറ്റും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്.
നേറ്റീവ് അമേരിക്കൻസിന്റെ ഒരു പ്ലേസും കൂടിയാണത്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു പട്ടണമാണ് വാസില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് സ്ലെഡ്ജ് ഡോഗുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. സ്ലെഡ്ജ് ഡോഗുകൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഇപ്പൊ ക്രിസ്മസിനോടനുബന്ധിച്ച് നിങ്ങൾ റെയിൻഡിയർ വലിച്ചുകൊണ്ട് പോകുന്ന സാന്റയുടെ ഒരു വാഹനം നിങ്ങൾ കണ്ടു കാണും. അങ്ങനെ ഒരു രഥത്തില് സാന്റ ഇരിക്കുന്നു, അങ്ങനെ റെയിൻഡിയർ വലിച്ചുകൊണ്ട് പോകുന്നു. അതിന് റെയിൻഡിയറിന് പകരം പട്ടികളാണെന്ന് വിചാരിക്കുക, ഡോഗുകൾ. അലാസ്കയിലെ ഹസ്കി കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഹസ്കി ബ്രീഡ് ആയിട്ടുള്ള ഡോഗുകളെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ ഡോഗുകൾ വലിച്ചുകൊണ്ട് പോകുന്ന സ്ലെഡ്ജ് വാഹനങ്ങൾ അതുണ്ട്. അതിന്റെ കേന്ദ്രമാണ് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഈ വസില്ല എന്ന് പറയുന്ന ഈ ചെറിയ ടൗൺ. അതുപോലെ ടൽക്കറ്റീന ഒരു വളരെ ചാമിങ് സ്മോൾ ടൗൺ ആണ്. വളരെ രസമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അവിടെ കാപ്പ് കുടിക്കാനും ചുറ്റും ഇങ്ങനെ കടകളും റെസ്റ്റോറന്റുകളും ഒക്കെ ധാരാളമുണ്ട്. അമേസിംഗ് വ്യൂ ഓഫ് മറ്റ് പർവ്വതങ്ങള്, ഡെനാലിയുടെ ഒരു വ്യൂ തന്നെ അവിടെ നിന്ന് ലഭിക്കും. നല്ല രസമായ ഒരു ചെറിയ പട്ടണമാണ് ഈ ടൽക്കറ്റീന എന്ന് പറയുന്നത്. കാൻഡ്വിൽ എന്ന് പറയുന്നത് വേറൊരു സിറ്റിയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഡെനാലി നാഷണൽ പാർക്കിന്റെ ഏരിയ വരും. അതും കഴിഞ്ഞിട്ട് തൊട്ട് നോർത്തിലാണ് ഈ ഹീലി എന്ന പട്ടണം. അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പൊ അന്ന് രാത്രി ഹീലിയിൽ താമസിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ പോയത് ഡെനാലി നാഷണൽ പാർക്കിലേക്കാണ്. ഡെനാലി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു വൈൽഡ് ലൈഫ് പ്രിസർവ് ആണ്. അമേരിക്കയിൽ വളരെയധികം നാഷണൽ പാർക്കുകളുണ്ട്. പക്ഷേ ഈ ഒരു നാഷണൽ പാർക്ക് മാത്രമാണ് വൈൽഡ് ലൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡെനാലി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് 7400-ലധികം സ്ക്വയർ മൈൽ ഏരിയ ഉള്ള ഒരു സ്ഥലമാണ്. അത് 1917 ഇതൊരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. ഇവിടുത്തെ എലിവേഷൻ ഏറ്റവും ടോപ്പ്, അതായത് ഡെനാലി മൗണ്ടൻ അല്ലെങ്കിൽ മൗണ്ട് മക്കൻലി 20,310 ഫീറ്റ്, 20,310 അടി പൊക്കത്തിലാണ് ഏറ്റവും ഹയർ എലിവേഷൻ ആയിട്ടുള്ളത്. അപ്പൊ ഇതൊരു സബ് ആർട്ടിക് വൈൽഡർനെസ് ആണ് ഈ ഡെനാലി എന്ന് പറയുന്നത്. 39 സ്പീഷീസ് ഓഫ് മാമൽസ് ഈ ഏരിയയിലുണ്ട്. 169 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഈവൺ 1 ആംഫിബിയൻ. പിന്നെ ഇവിടെ ക്യാമ്പിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഹൈക്കിങ്ങിന് ധാരാളം ട്രയലുകളുണ്ട്. അവിടെ 2 ബസ്സുകളുണ്ട് ടൂർ നടത്തുന്നതിനായിട്ട്. രണ്ടും 2 കളേർഡ് ആണ്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. പക്ഷെ നമുക്ക് ബസ് ടൂർ എടുത്ത് ഇതൊക്കെ കാണാം. അപ്പൊ ആദ്യത്തെ ദിവസം ഞങ്ങൾ ചെയ്തത് ഒരു ബസ് എടുത്തിട്ട് മൊത്തം അവർ ഞങ്ങളെ കൊണ്ടുപോയി എല്ലാം കാണിച്ചു തരുന്നു. അതൊരു 5.5 മണിക്കൂർ 6 മണിക്കൂറുള്ള ഒരു ബസ് ടൂർ ആണ്. അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ നമുക്ക് വേറൊരു ബസ് ഉള്ളത് നമുക്ക് തന്നെ ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ചെയ്തിട്ട് പോകാവുന്ന ഒരു ബസ്സാണ്. സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ ചെയ്തത് ഇതിന്റെ അകത്തേക്ക് ഒരു 15 മൈൽ നമുക്ക് തനിയെ ഡ്രൈവ് ചെയ്ത് പോകാം. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബസ്സിലേ പോകാൻ പറ്റും. അപ്പൊ ആദ്യത്തെ 15 മൈൽ ഞങ്ങൾ സെക്കൻഡ് ഡേ ഡ്രൈവ് ചെയ്തു, പല സ്ഥലത്ത് നിർത്തി. അപ്പൊ മറ്റേ ബസ് എടുത്ത് അധികം ഹൈക്കിങ്ങിന് പോകാതിരിക്കാനുള്ള കാരണം ആ ദിവസങ്ങളിൽ രാവിലെ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പായിരുന്നു. നമുക്ക് പോണോ വേണ്ടോ എന്നുള്ളത് തന്നെ സംശയിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾ സ്വയം ഡ്രൈവ് ചെയ്തിറങ്ങി പല സ്ഥലങ്ങളിലേക്കും പോയി. വളരെയധികം വൈൽഡ് ലൈഫ് കൊണ്ട് കുറെയൊക്കെ അവിടെ ചെറിയ ചെറിയ ഹൈക്കുകളിലോട്ട് പോയി. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അവിടെ ഡെനാലിയിൽ ചിലവഴിച്ചു. മൂന്നാമത്തെ ദിവസം ഞങ്ങൾ നേരെ പോയത് അലാസ്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിറ്റിയായ ഫെയർ ബാങ്ക്സ് എന്നൊരു പട്ടണത്തിലേക്കാണ്. ഞങ്ങൾ അതിരാവിലെ തന്നെ ഇറങ്ങി. കൊടും തണുപ്പാണ്, നല്ല കാറ്റുണ്ട്, റോഡൊക്കെ മിക്കവാറും വിജനമായിരിക്കും. അലാസ്കയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വിജനം തന്നെയാണ്. പക്ഷെ അതുകൊണ്ടപ്പം നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ളവും ഭക്ഷണവും ഒക്കെ കൂടെ കൊണ്ടുപോകണം. കാരണം ഇടയിൽ എവിടെയെങ്കിലും കടകൾ ഉണ്ടാവുന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ പോകുന്ന വഴിയിൽ അതുപോലെ തന്നെ നമ്മൾ 100-200 മൈലുകളൊക്കെ ഓടിച്ചു കഴിഞ്ഞാലാണ് ചിലപ്പോൾ നമ്മളൊരു പെട്രോൾ അടിക്കാനുള്ള, അല്ലെങ്കിൽ ഇവിടെ ഗ്യാസ് എന്നാണല്ലോ പറയുക. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റേഷൻസ് കാണുന്നത് ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും എവിടെയെങ്കിലുമൊക്കെ പെട്രോൾ സ്റ്റേഷൻ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ഗ്യാസ് അടിച്ച് നമ്മുടെ കാറിന്റെ ടാങ്ക് ഫുൾ ആക്കിയിട്ട് വേണം പോകാൻ. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഹീരിയിൽ നിന്ന് ഫെയർ ബാങ്കിലേക്ക് 110 മൈലാണ്, അതായത് 177 കിലോമീറ്റർ. അതിന് 2 മണിക്കൂർ വേണം പോകാൻ. അപ്പൊ പോകുന്ന വഴിയിൽ അധികം വണ്ടികളില്ല, അധികം ടൗണുകളില്ല, മിക്കവാറും വിജനമാണ്. ഈ ഫെയർ ബാങ്ക്സ് എന്ന് പറയുന്നതാണ് അലാസ്കയുടെ നോർത്തേൺ ഭാഗത്തിന്റെ കവാടം അല്ലെങ്കിൽ ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ അലാസ്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാം. ഈ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വരുന്നവരൊക്കെ ഭൂരിഭാഗം പേരും വരുന്നത് ഈ ഫെയർ ബാങ്ക്സിലാണ്. അവിടെ നിന്ന് ഇങ്ങനെ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, വൈൽഡ് ലൈഫ് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ പർവ്വതങ്ങൾ അതിലോട്ട് ഹൈക്കിങ്ങിന് വേണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന വളരെയധികം ടൂറുകൾ ഇവിടെ നിന്നുണ്ട്. ഫെയർ ബാങ്ക്സിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ പ്രശസ്തമായ ട്രാൻസ് അലാസ്കൻ പൈപ്പ് ലൈൻ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം ഭൂമിക്ക് മുകളിലാണ് ഇവിടെ. ട്രാൻസ് അലാസ്കൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് പറയാം. അലാസ്കയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് നിന്ന് ഏറ്റവും തെക്കുള്ള വാൽബീസിലേക്ക് ഒരു പൈപ്പ് വഴി ഇവര് പെട്രോളിയം കൊണ്ടുവരുന്നുണ്ട്.
അതാണ് ട്രാൻസ് അലാസ്കൻ പൈപ്പ് ലൈൻ. ഇത് ഭൂമിക്ക് അടിയിലൂടെയാണ് ഭൂരിഭാഗം സ്ഥലത്തും കടന്നു വരുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഭൂമിക്ക് മുകളിലുണ്ട്. അപ്പൊ അതൊരു നല്ല കാഴ്ചയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഐസ് മ്യൂസിയം ഉണ്ട്. പിന്നെ ഇത് തന്നെ ഫെയർബാങ്ക് തന്നെ ഒരു നല്ല സിറ്റിയാണ്. ഇവിടെ നിന്ന് 15 മിനിറ്റ് വടക്കോട്ട് പോയാൽ ഒരു നോർത്ത് പോൾ എന്ന് പറയുന്ന വേറൊരു സിറ്റി ഉണ്ട്. ഇവിടെ നോർത്ത് പോൾ എന്ന് പറയുന്നത് ഭൂമിയുടെ നോർത്ത് പോൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിറ്റിയുടെ പേരാണ് നോർത്ത് പോൾ. അവിടുത്തെ സാന്റ ഹൗസ് വളരെ പ്രശസ്തമാണ്. സാന്റ എന്ന് പറയുന്നത് സാന്റാക്ലോസ്. ക്രിസ്മസിന്റെ സമയത്ത് നമ്മളൊക്കെ കാണുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഡ്രസ് ചെയ്ത് പോകുന്ന ആ ഒരു മിത്തിക്കൽ ക്യാരക്ടർ ഉണ്ടല്ലോ, സാന്റാക്ലോസ്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഈ സാന്റ ഹൗസ് ഓപ്പൺ ആണ്. അവിടുത്തെ മതിലുകളെല്ലാം സാന്റയെ കൊണ്ട് നിറച്ചിരിക്കുന്നതാണ്. അവിടുത്തെ കളിപ്പാട്ടങ്ങളും എവറിത്തിങ് ഈസ് ഓൺ സാന്റ. അവിടെ ഒരു സാന്റയുടെ തന്നെ ഒരു വലിയ ഒരു പ്രതിമയും അതിന്റെ മുൻഭാഗത്ത് തന്നെയുണ്ട്. അപ്പൊ ഞങ്ങള് ഫെയർബാങ്കിൽ താമസിച്ചില്ല. അന്ന് വൈകുന്നേരം ഇതെല്ലാം കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ ഹീലിലേക്ക് തന്നെ പോന്നു. ഇതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ രണ്ടാമത്തെ ഡ്രൈവിംഗ് ഡേ ആണ്. 6.5 മണിക്കൂറാണ് മൊത്തം ഡ്രൈവിംഗ്. ഞങ്ങൾ വരുന്നത് ഹീലിയിൽ നിന്ന് ആങ്കറേജിലെത്തി. അവിടെ നിന്ന് വീണ്ടും സൗത്തിലേക്ക് ഡ്രൈവ് ചെയ്ത് ഏറ്റവും സൗത്തിലായിട്ട് സീവാർഡ് എന്നൊരു സിറ്റി ഉണ്ട്. അങ്ങോട്ടാണ് ഞങ്ങളുടെ പോക്ക്. അത് 373 മൈലാണ് ദൂരം, അതായത് 600 കിലോമീറ്റർ. ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയെങ്കിലും എത്തിയത് രാത്രി 7 മണിക്കാണ്. പഴയതുപോലെ തന്നെ പലയിടത്ത് നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് നടന്ന് കുറച്ച് തടാകങ്ങൾ കണ്ട് കുറച്ച് ഹൈക്കിംഗ് ഒക്കെ നടത്തി 7.5 മണിക്കൂറിന്റെ യാത്ര ഒരു ദിവസം ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഏറ്റവും സൗത്ത് ഭാഗത്തുള്ള സീവാർഡ് എന്ന സിറ്റിയിലെത്തി. ഈ സീവാർഡ് എന്ന സിറ്റി കെനായ് പെനിൻസുലയിലുള്ള ഒരു പോർട്ട് സിറ്റിയാണ്. കെനായ് ഫോർട്സ് നാഷണൽ പാർക്കിലേക്കുള്ള ഗേറ്റ് വേ ആണ് സീവാർഡ്. അലാസ്കയുടെ തെക്കു ഭാഗത്ത് പർവ്വതങ്ങളുടെയൊക്കെ മുകളിൽ നിറഞ്ഞു കിടക്കുന്ന അതിവിശാലമായ ഒരു ഐസ് ഫീൽഡ് ഉണ്ട്. ഈ ഐസ് ഫീൽഡിൽ നിന്ന് സമതലത്തിലേക്കും സമുദ്രത്തിലേക്കും ഒക്കെ ഇറങ്ങിക്കിടക്കുന്ന 100 കണക്കിന് ഗ്ലേഷ്യറുകൾ ഇവിടെയുണ്ട്. 1000-ലധികം ഗ്ലേഷ്യറുകൾ മൊത്തം അലാസ്കയിൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ തന്നെ വളരെയധികം ഗ്ലേഷ്യറുകൾ ഉണ്ട്. അത് 35 മാത്രമേ പേരിട്ടിട്ടുള്ളൂ. ഗ്ലേഷ്യേഴ്സ് വന്ന് അവസാനിക്കുന്നത് ഒരു വാട്ടർ ബോഡിയിലാണെങ്കിൽ അതിനെയാണ് ടൈഡ് വാട്ടർ ഗ്ലേഷ്യേഴ്സ് എന്ന് വിളിക്കുക. അങ്ങനെ 4 തരത്തിലുള്ള ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ടൈഡ് വാട്ടർ ഗ്ലേഷ്യേഴ്സ്. ഈ പർവ്വതങ്ങൾക്കും ഗ്ലേഷ്യേഴ്സിനുമൊക്കെ ഇടയിലുള്ള സമതലങ്ങളില് ധാരാളം വന്യജീവികളുണ്ട്. അതുപോലെ ഇതിനോട് ചേർന്നുള്ള കടലിലും വളരെയധികം വന്യജീവികളുണ്ട്. അപ്പൊ ഇങ്ങനെ ധാരാളം ഐസും ഗ്ലേഷ്യറും ഒക്കെ ഉള്ളത് കൊണ്ട് എവിടെ നോക്കിയാലും ധാരാളം വെള്ളച്ചാട്ടങ്ങൾ കാണാം. കടലിലാണെങ്കിൽ തിമിംഗലങ്ങളും ഡോൾഫിനുകളും സീലേനുകളും പഫിനുകളും ഒക്കെ കൂടിയ സീ ലൈഫ് വേറെ. ഇതൊക്കെ ചേർന്നതാണ് കെനായ് ഫ്യോർഡ്സ് നാഷണൽ പാർക്ക്. അപ്പൊ ഞങ്ങൾ സീവാർഡിൽ വന്നതിന്റെ പിറ്റേ ദിവസം 7.5 മണിക്കൂർ നീണ്ട ഒരു ക്രൂസ് യാത്രയായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ യാത്രയുടെ ഭാഗങ്ങളിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലും എത്തിയിട്ട് പിന്നീട് നമ്മൾ അവിടെ നിന്ന് ചെറിയ ചെറിയ ട്രിപ്പുകൾ ചിലപ്പോൾ എടുക്കും. അപ്പൊ അന്ന് ഞങ്ങൾ എടുത്തത് ഒരു 7.5 മണിക്കൂറിന്റെ ക്രൂസ് യാത്രയാണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അവിടെ 4 മണിക്കൂറുള്ള യാത്രയുണ്ട്, 5 മണിക്കൂറുള്ളതുണ്ട്, അങ്ങനെ പല ടൈംസ് ഉള്ള യാത്രകളുണ്ട്. ഞാൻ ഈ 7.5 മണിക്കൂറുള്ള ക്രൂസ് യാത്ര എടുക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണം കൂടിയുണ്ട്. ഒന്ന്, ഇവിടെയുള്ള 2 പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സ് ആണ് ഹോൾഗേറ്റ് ഗ്ലേഷ്യറും അയാലിക് ഗ്ലേഷ്യറും. ഇതില് അയാലിക് ഗ്ലേഷ്യർ ആണ് ഏറ്റവും വലിയ ഗ്ലേഷ്യർ. ഈ ഭാഗത്തുള്ള ഈ കെനായ് ഫ്യോർഡ്സ് നാഷണൽ പാർക്കിലുള്ള ഏറ്റവും വലിയ ഗ്ലേഷ്യർ ആണ് അയാലിക് ഗ്ലേഷ്യർ. ഈ 7.5 മണിക്കൂറിന് താഴെ സമയമുള്ള ഏത് ക്രൂസ് യാത്ര ഞാൻ എടുത്താലും അവര് അയാലിക് ഗ്ലേഷ്യറിലേക്ക് കൊണ്ടുപോകില്ല. ഒന്നുകിൽ 7.5 മണിക്കൂറുള്ള എടുക്കണം, അല്ലെങ്കിൽ പിന്നെ 8.5 മണിക്കൂറുള്ള എടുക്കണം. ഈ അയാലിക് ഗ്ലേഷ്യർ കാണണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 7.5 മണിക്കൂറുള്ള യാത്ര തന്നെ എടുത്തത്. നമുക്കിതൊക്കെ ഓൺലൈനിൽ തന്നെ നേരത്തെ ബുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യണം, കാരണം അത്രയ്ക്ക് വലിയ തിരക്കാണ് ഈ യാത്രകൾക്കൊക്കെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നവരെ നിങ്ങൾക്ക് ഇത്തരം ക്രൂസിൽ കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ യാത്രക്കിടയിൽ ധാരാളം സീ ലൈഫ് കാണാൻ കഴിയും. ഞങ്ങൾ ഹംബാക്ക് വെയിൽസിനെ കണ്ടു. എവിടെ നോക്കിയാലും കുറെ സീലേൺസിനെ കാണാം. അപ്പൊ ഈ നമ്മുടെ ഗ്ലേഷ്യേഴ്സിൽ നിന്ന് വരുന്ന ഐസ് കട്ടകളുണ്ടല്ലോ, അതിന്റെയൊക്കെ മുകളിൽ സീലേൺസ് കിടന്ന് ഉറങ്ങുന്നത് കാണാം. അവിടെ ധാരാളം പക്ഷിവർഗങ്ങളുണ്ട്, ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട്, ചുറ്റും മഞ്ഞണിഞ്ഞ പർവ്വതങ്ങളാണ്, കുറെയൊക്കെ ഫോഗിയാണ്. അങ്ങനെ അതിരസകരമായ 7.5 മണിക്കൂറുള്ള യാത്രയാണ് ഇത്. ഇതിൽ കാപ്പിയും ലഞ്ചും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്പം എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ ദ ട്രിപ്പ് ഈസ് വർത്ത് ഫോർ ദ മണി. Well, they're not eating salmon, I'll tell you that.
I like salmon. You like salmon. Ja, tényleg. Tényleg. സീവാർഡിലെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ സ്വന്തമായിട്ട് സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ മറ്റ് അട്രാക്ഷനുകളിലേക്കൊക്കെ പോകാൻ കഴിയും. അവിടെ ഒരു മസ്ക് ഓക്സ് ഫാം ഉണ്ട്. മസ്ക് ഓക്സിനെ പറ്റി ഇനി ഞാൻ പിന്നീട് പറയാം. ഇതാണ് ഈ കാണുന്നതാണ് മസ്ക് ഓക്സ്. അങ്ങനെ അതിന്റെ ഒരു ഫാമിൽ പോയി. പിന്നെ അതുപോലെ തന്നെ മറ്റ് വളരെയധികം പോയിന്റ് ഓഫ് അട്രാക്ഷൻസ് ഉണ്ട്, ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. ഞങ്ങൾ പിന്നെ വേറൊരു ഗ്ലേഷ്യറിലോട്ട് ഹൈക്കിങ്ങിന് പോയി. അങ്ങനെ സീവാർഡിൽ രണ്ടാമത്തെ ദിവസം ഇങ്ങനെയാണ് ചെലവഴിച്ചത്. ഇനി പിറ്റേ ദിവസം ഞങ്ങളുടെ മൂന്നാമത്തെ ഡ്രൈവിംഗ് ഡേ ആണ്. അപ്പൊ ഈ മൂന്നാമത്തെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് തിരിച്ച് ആംഗ്രേജിൽ പോകണം. ആംഗ്രേജിൽ നിന്ന് കുറച്ചും കൂടി ഈസ്റ്റിലേക്ക്, നോർത്ത് ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പർവ്വതമുണ്ട്. ചുഗാച്ച് പർവ്വതനിരകളാണ്. അപ്പൊ അതിനെ വളഞ്ഞ് വട്ടം ചുറ്റി വരുന്ന ഒരു സ്ഥലമാണ് ദ ലിറ്റിൽ സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കുന്ന വാൽഡീസ്. അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര. ഈ അലാസ്ക കാണാൻ വരുന്ന പലരും വളരെയധികം പേര് ആംഗ്രേജിൽ പോകും, കുറെ പേര് ഡെന്നാലിയിൽ പോകും. അത്രയാണ് സാധാരണ പോകാറ്. പിന്നെ കുറെ പേര് സീവാർഡിൽ പോകും. പക്ഷേ ഈ സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് പേര് മാത്രമാണ് വാൽഡീസിലേക്ക് പോകുന്നത്. വാൽഡീസ് അതിമനോഹരമായ സ്ഥലമാണ്. നിങ്ങൾ എന്തെങ്കിലും അലാസ്കയിൽ പോകുന്നുണ്ടെങ്കിൽ വാൽഡീസ് മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അവിടെ ഞങ്ങൾ 4 രാത്രികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിയിൽ അവിടെ ധാരാളം കാഴ്ചകളുണ്ട്, കുറെ നല്ല തടാകങ്ങളുണ്ട്. ഈ ചുഗാച്ച് പർവ്വതനിരയെ ചുറ്റി വളഞ്ഞു പോകുന്നത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള വളരെയധികം പർവ്വതങ്ങള്, മറ്റനുസ്ക ഗ്ലേഷ്യർ, അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്ലേഷ്യർ ആണ് ഈ മറ്റനുസ്ക ഗ്ലേഷ്യർ. പിന്നെ ഒരു കിങ്സ് മൗണ്ടൻ, പിന്നെ ഒരു ഷീപ്പ് മൗണ്ടൻ. ഷീപ്പ് മൗണ്ടൻ വളരെ രസകരമാണ്. അതില് ഐസ് വളരെ കുറവാണ്. അപ്പൊ അതില് ആൾമോസ്റ്റ് ഡ്രൈ ആയി കിടക്കുന്ന കുറെ പ്രദേശമുണ്ട്. അതിലൊരു മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു ചെറിയ ഇളം ചുവപ്പ് കളർ കാണാം. അപ്പൊ അവിടെ ഈ ഷീപ്പ് മൗണ്ടന്റെ മുകളിൽ കുറെ ആടുകളുണ്ട്, മൗണ്ടൻ ഗോഡ്സ്. ഈ മൗണ്ടൻ ഗോഡ്സ് ഈ ഷീപ്പ് മൗണ്ടനിലുള്ള കല്ലുകൾ നക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിലുള്ള ഏതോ എലമെന്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് വരുന്ന വീഡിയോകളിൽ ഞാൻ വിശദീകരിക്കുമ്പോൾ പറയാം. അതുപോലെ ആ പോകുന്ന വഴിയിലാണ് വർത്തിങ്ടൺ ഗ്ലേഷ്യർ. പിന്നെ വളരെയധികം വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഷീപ്പ് മൗണ്ടന്റെ അവിടെ ഒരു ലോഡ്ജ് ഉണ്ട്, ഷീപ്പ് മൗണ്ടൻ ലോഡ്ജ്. അവിടെ നിന്നാണ് ഞങ്ങള് ലഞ്ച് കഴിച്ചത്. ഞാൻ കഴിച്ചത് ഒരു ബൈസൺ ബർഗറാണ്. ആദ്യമായിട്ടാണ് ഞാൻ ബൈസൺ കഴിക്കുന്നത്. ഇതിനു മുമ്പ് പലതവണ ഞങ്ങള് യെല്ലോ സ്റ്റോണിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ഒരിക്കലും ബൈസൺ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ബൈസൺ കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ യാത്രയിൽ എനിക്ക് ലഭിച്ചു. അങ്ങനെ അവസാനം രാത്രി 9 മണി ആയപ്പോൾ ഞങ്ങൾ വാൽഡീസിനോട് അടുത്തേ ഉള്ളൂ. അപ്പൊ അത്രയും ആയ സ്ഥിതിക്ക് ഞങ്ങൾ മറ്റ് സ്ഥലങ്ങൾ പിന്നീട് കാണാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വാസസ്ഥലത്തേക്ക് അല്ലെങ്കിൽ എയർ ബിയാൻബിയിലേക്ക് വച്ചുപിടിച്ചു. ഇവിടെ പിന്നെ രാത്രി 9 മണി ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടില് 5 മണി പോലെ നല്ല വെളിച്ചമാണ്. എങ്കിലും നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ട് വേണം പിറ്റേ ദിവസം വീണ്ടും നമുക്ക് ഫ്രഷ് ആയിട്ട് കൂടുതൽ കാഴ്ചകളിലോട്ട് പോകാൻ. ലിറ്റിൽ സ്വിറ്റ്സർലൻഡ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു സ്ഥലമാണ് വാൽഡീസ്. അവിടെ പോയില്ലായിരുന്നെങ്കിൽ അത് ഒരു വലിയ നഷ്ടമാകുമായിരുന്നെന്ന് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. വാൽഡീസിൽ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പെയ്ഡ് ട്രിപ്പുകൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് ഡ്രൈവ് ചെയ്തും നടന്നും കാണാനുള്ള ധാരാളം കാഴ്ചകളുണ്ട്. അതാണ് കൂടുതലുമായിട്ട്. പക്ഷെ അവിടെ നിന്ന് തന്നെ നമ്മൾ സീവാർഡിൽ കണ്ടതുപോലെ കടലിലേക്കും ഗ്ലേഷ്യർ കാണുന്നതിനും വൈൽഡ് ലൈഫ് കാണുന്നതിനും വെയിൽ വാച്ചിങ്ങിനും ഒക്കെ ധാരാളം ടൂറുകളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, തലേ ദിവസം ഞങ്ങൾക്ക് കുറെ കാഴ്ചകൾ നിർത്തിവെക്കേണ്ടി വന്നു. രാത്രി 9 മണി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ കാഴ്ചകൾ വേണ്ട എന്ന് വെച്ച് പിറ്റേ ദിവസത്തേക്ക് മാറ്റി. അതിഗംഭീരമായ 2-3 വെള്ളച്ചാട്ടങ്ങൾ അവിടെ. അതാണ് അതിലൊന്ന്. അവിടെയാണ് പിറ്റേ ദിവസം ഞങ്ങൾ ആദ്യം പോയത്. അത് കഴിഞ്ഞ് തോംസൺ പാസ്. അമേരിക്കയിലെ ഏറ്റവും സ്നോവിയസ്റ്റ് പ്ലേസുകൾ എടുത്താൽ അതിലൊന്ന് തോംസൺ പാസ് ആണ്. ആ വഴി കടന്നു പോകുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഫോഗിയാണ്. അങ്ങനെ തോംസൺ പാസിൽ വളരെയധികം സമയം ചെലവഴിച്ചു. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് സാൽമൺ ഗൾച്ച് ഹാച്ചറി. സാൽമന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം രസകരമായ ഒരു കാര്യമാണ്. വളരെയധികം സമയം വേണം അത് പറയാനായിട്ട്. ഇവിടെ ഒരു വലിയ ഹാച്ചറി, അതായത് മീനുകളുടെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന മെയിൻ സെന്റർ, അതാണ് ഹാച്ചറി എന്ന് പറയുന്നത്. ഈ ഹാച്ചറിക്ക് ഗവൺമെന്റിൽ നിന്ന് 272 മില്യൺ, അതായത് 2720 ലക്ഷം എന്ന് വെച്ചാൽ
27,20,00,000 അത്രയും സാൽമൺ കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്റ് ചെയ്യാനുള്ള, എന്ന് വെച്ചാൽ മുട്ട വെച്ച് വിരിയിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും സാൽമൺ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ഇവര് ഫ്രഷ് വാട്ടറിൽ അതിനെ വളർത്തി കുറച്ച് നാള്, അവിടെ നിന്ന് പിന്നീട് ഇവരെല്ലാം കൂടി കടലിലോട്ട് പോകും. അത് കടലിൽ ജീവിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സാൽമൺ മത്സ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മുട്ടയിടണമെങ്കിൽ അതിന് ജനിച്ച സ്ഥലത്തേക്ക് തിരിച്ചു വരണം. അതിനൊരു കാന്തിക ശക്തി അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ മത്സ്യങ്ങളെല്ലാം കൂടി നേരെ തിരിച്ച് ഇവരെവിടെ നിന്നാണോ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞു പോയത് അങ്ങോട്ട് തിരിച്ചു വരും. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ വിശദീകരിച്ച് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോകൾ നിങ്ങൾ മറക്കാതെ കാണണം. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് തിരിച്ച് ഈ നമ്മുടെ സാൽമൺ മത്സ്യത്തിലോട്ട് പോകാം. അപ്പൊ ഈ സാൽമൺ മത്സ്യങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ അതിനെ തിന്നാൻ വേണ്ടി എത്തുന്ന കറുത്ത കരടികള്, ബ്രൗൺ കളറിലുള്ള കരടികള്, ബ്ലാക്ക് ബേഴ്സും ഗ്രിസ്ലി ബേഴ്സ് അല്ലെങ്കിൽ ബ്രൗൺ ബേഴ്സ്, പിന്നെ സീ ലയൺസ്, പിന്നെ പറവകൾ, മറ്റ് പക്ഷികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈഗിൾസ്, അങ്ങനെ വളരെയധികം പക്ഷികൾ. ഇതെല്ലാം കൂടി ഇവിടെ ഒരു വലിയ ബഹളമായിരിക്കും എന്നാണ് പറയുക. പക്ഷെ ഞങ്ങൾക്കത് മിസ് ചെയ്തു പോയി. ഞങ്ങൾ ഒരു മാസം നേരത്തെ ആയിപ്പോയി അവിടെ എത്തിയത്. പക്ഷെ സാൽമൺ മത്സ്യങ്ങൾ തിരിച്ചു വരുന്നത് ഞങ്ങൾ വേറെ സ്ഥലത്ത് കണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ പിന്നീട് വേറെ വീഡിയോയിൽ പറയുന്നുണ്ട്, അത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളൂ. അതുപോലെ ഇവിടെ ഈ വരുന്ന സാൽമൺ മത്സ്യങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു കയറുന്നതിന് വേണ്ടി ഒരു വലിയ ലാഡർ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. വളരെ രസമാണ് അത് കാണാനായിട്ട്. അത് തന്നെ നമുക്ക് പോയി കാണാം. പിന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു മരീന അവിടെയുണ്ട്. പിന്നെ മറ്റൊന്നാണ് കൊളംബിയർ ഗ്ലേഷ്യർ. അവിടെ വേറൊരു നല്ല മ്യൂസിയം ഉണ്ട്. ഏറ്റവും നല്ല ഭക്ഷണങ്ങളിൽ ഒന്ന് അവിടെ നമുക്ക് ലഭിക്കും ഈ വാൽഡീസിൽ. ഷോപ്പിങ്ങിന് സ്ഥലമുണ്ട്. ഗ്ലേഷ്യർ വ്യൂ പാർക്ക് എന്നത് വേറൊരു പ്രത്യേകിച്ച് പാർക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഗ്ലേഷ്യർ കാണാം. അങ്ങനെ 3 ദിവസത്തെ സമയമെടുത്താണ് ഞങ്ങൾ ഈ വാൽഡീസിലെ കാഴ്ചകളൊക്കെ കണ്ടത്. പിന്നെ മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ട്രാൻസ് അലാസ്ക പൈപ്പ് ലൈൻ, അത് അലാസ്കയുടെ നോർത്ത് ഭാഗത്തു നിന്ന് ഏറ്റവും നോർത്തിൽ നിന്ന് ഒരു പൈപ്പ് വഴി പെട്രോളിയം കൊണ്ടുവരുന്നതാണ്. അത് അവസാനിക്കുന്നത് ഈ വാൽഡീസിലാണ്. അപ്പൊ ഞങ്ങളുടെ ഈ മൊത്തം അലാസ്ക യാത്രയുടെ അവസാനം ഞങ്ങൾ വാൽഡീസിലായിരുന്നു. ഇനി യാത്രയുടെ അവസാന ദിവസത്തിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ഈ വാൽഡീസിൽ നിന്ന് തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് പിറ്റേ ദിവസം ആംഗ്രേജിൽ നിന്ന് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറി സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വീട്ടിലോട്ട് പോകണം. അപ്പൊ അതിന് ഒരു വഴി എന്ന് പറയുന്നത് ഞങ്ങൾ വന്ന വഴി ഈ ചുഗാച്ച് മൗണ്ടൻ വഴി തിരിച്ച് ഡ്രൈവ് ചെയ്ത് നമുക്ക് ആംഗ്രേജിലെത്താം. പക്ഷെ ഞാൻ ചെയ്തത് ആ ഒരു സർക്കിൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു ഫെറി വഴി ഞങ്ങള് ആംഗ്രേജിന് അടുത്തുള്ള വിറ്റിയർ എന്നൊരു പട്ടണമുണ്ട്, അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അതിനൊരു ഫെറി സർവീസ് ആണ് ഉപയോഗിച്ചത്. ഈ വാൽഡീസിൽ നിന്ന് അലാസ്കയുടെ തെക്ക് ഭാഗത്തുള്ള മറ്റു പല സ്ഥലങ്ങളിലേക്കും ഈ ഫെറി സർവീസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ പോയത് വിറ്റിയർ എന്നൊരു സ്ഥലത്തേക്കാണ്. വിറ്റിയർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് 1 മണിക്കൂറേ ഉള്ളൂ ആംഗ്രേജിലേക്ക്. അപ്പൊ ഈ ഫെറി എന്നുള്ളത് നല്ല രസമാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ പോയിട്ടുണ്ട്. 500-ലധികം കാറുകളെ കയറ്റി കൊണ്ടുപോകാവുന്ന വലിയ ഷിപ്പുകളാണ് ഈ ഫെറിക്ക് ഉപയോഗിക്കുന്നത്. അതിന്റെ താഴെയാണ് കാർ പാർക്കിംഗ്. നമ്മൾ രാവിലെ 5 മണിക്ക് എന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇതും നമ്മൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടിയെന്ന് വരില്ല. ഇത് ആൾട്ടർനേറ്റ് ഡേയ്സേ ഉള്ളൂ. ഫെറി ഉള്ള ദിവസങ്ങൾ നോക്കി വേണം നമ്മൾ യാത്രയൊക്കെ പ്ലാൻ ചെയ്യാൻ. ഇതൊക്കെ നമ്മുടെ യാത്രയുടെ പ്ലാനിന്റെ ഭാഗങ്ങളാണ്. അവിടെ ചെന്നിട്ട് ചെയ്യുന്നതല്ല. ഇതെല്ലാം ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ വീട്ടിലിരുന്ന് ഇതെല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങള് രാവിലെ 5 മണിക്ക് പോയി റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ താഴെ കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. പിന്നെ അതിന്റെ മുകളിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല ഹീറ്ററൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. മഴയും പുറത്ത് തണുപ്പും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അധികം പുറത്തേക്ക് ഇറങ്ങിയില്ല. പക്ഷെ അതിന്റെ അകത്തിരുന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. പിന്നെ അതിന്റെ അകത്ത് തന്നെ നമുക്ക് ബാത്റൂംസ് ഉണ്ട്. അകത്ത് ഭക്ഷണം ലഭിക്കാനുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, കാപ്പി കിട്ടും. അങ്ങനെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല. അപ്പൊ 5 മണിക്ക് റിപ്പോർട്ട് ചെയ്ത് 7 മണിക്ക് ഫെറി വിട്ടു. അവിടെ നിന്ന് 7 മണിക്ക് പോയത് ഒരു 5.25 മണിക്കൂർ 6 മണിക്കൂർ എടുത്ത് ഉച്ചയോടെ 12:45 1 മണി ആയപ്പോഴാണ് ഇത്
വിറ്റിയറിലെത്തുന്നത്. അങ്ങനെ ഞങ്ങള് വിറ്റിയറിലെത്തി. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. വിറ്റിയറിൽ നിന്ന് നമുക്ക് ആങ്കറേജിലേക്ക് പോകണം. അവിടെ നിന്നാണ് പിറ്റേ ദിവസം എന്റെ ഫ്ലൈറ്റ് ഉള്ളത്. ആങ്കറേജിലേക്ക് പോകുന്ന വഴിയാണ് നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട്, പോർട്ടേജ് ഗ്ലേഷ്യർ, പോർട്ടേജ് ലേക്ക് എന്നൊക്കെ. അപ്പൊ പോർട്ടേജ് എന്ന് പറയുന്ന ഒരു സിറ്റി, വിറ്റിയറിൽ നിന്ന് ആങ്കറേജിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ പോർട്ടേജ്. ഈ വിറ്റിയറിനെയും പോർട്ടേജിനെയും കണക്ട് ചെയ്യുന്ന ഒരു ടണലുണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ ഹൈവേ ടണലാണ് ഈ ആൻഡേഴ്സൺ മെമ്മോറിയൽ ടണൽ. ഈ ടണൽ വഴി വേണം നമുക്ക് പോകാൻ. അപ്പൊ അത് ഡ്രൈവ് ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടി ഈ വഴി യാത്ര ചെയ്യുന്നതിന് എനിക്കുണ്ടായിരുന്നു. അതിന്റെ നീളം 2.5 മൈലാണ്, അതായത് 4 കിലോമീറ്റർ. ഇതിന്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ നീളമുള്ള ടണൽ എന്ന് പറയുന്നത് നോർവേയിലാണ്. 25 കിലോമീറ്റർ നീളമാണ്. അത് ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇത് കുറച്ചുകൂടി ചെറുതാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതൊരു വൺ വേ ട്രാഫിക് ഉള്ള ഒരു റോഡാണെന്ന് മാത്രം. അപ്പൊ ഈ ടണലിന്റെ അകത്ത് നമുക്ക് ഒരു ദിശയിലേക്ക് മാത്രമേ കാറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടികൾ പോവുകയുള്ളൂ. ആ സമയത്ത് മറ്റൊന്നും ഓപ്പോസിറ്റ് വരാൻ കഴിയില്ല, കാരണം അതിനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പൊ അതില് കാറുകൾ പോകും, ട്രക്കുകൾ പോകും, അതുപോലെ തന്നെ ട്രെയിനും പോകും. അപ്പൊ അങ്ങനെ ഒരു ദിശയിലേക്ക് ഇതെല്ലാം പോകും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നത്. എപ്പോഴാണ് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അപ്പുറത്ത് ഇങ്ങോട്ട് വരുന്നത് ഏത് സമയത്താണെന്ന് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആ സ്കെഡ്യൂൾ അനുസരിച്ച് വേണം നമ്മൾ അവിടെ എത്താൻ. അല്ലെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ പോകുന്നത് ഈ റെയിൽവേ ലൈനിന്റെ മുകളിലൂടെയാണ്. 4 കിലോമീറ്റർ അങ്ങനെ ഓടിച്ച് ഞങ്ങള് ആൻഡേഴ്സൺ മെമ്മോറിയൽ ടണലും കടന്ന് ഞങ്ങൾ നേരെ ആങ്കറേജിലെത്തി. അന്ന് രാത്രി ഞങ്ങൾ താമസിച്ചത് അതിന്റെ കുറച്ച് വടക്കുള്ള പാമർ എന്നൊരു സിറ്റിയിലാണ്. പാമർ വളരെ മനോഹരമായ ഒരു സിറ്റിയാണ്. പക്ഷെ ഞങ്ങൾ പ്രത്യേകിച്ച് അധികം അവിടെ ഒന്നും കാണാൻ പോയില്ല. അലാസ്കയിലെ അവസാന രാത്രി ഞങ്ങൾ പാമറിലെ ഒരു ഫാം ഹൗസിലാണ് ചെലവഴിച്ചത്. നല്ല ആംബിയർ ഉള്ള ഒരു ചെറിയ ഫാമാണിത്. അവരുടെ ഫാം അനിമൽസ് ഒക്കെ അതിന്റെ അപ്പുറത്ത് വേറൊരു ബിൽഡിങ്ങിലാണ്. അപ്പൊ അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ ആങ്കറേജിലേക്ക് ഡ്രൈവ് ചെയ്ത് റെന്റൽ കാറും തിരിച്ചേൽപ്പിച്ച് ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വിമാനം കയറി. ഇതാണ് ഞങ്ങളുടെ യാത്രയുടെ മൊത്തം പ്ലാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഐറ്റിനറി. പിന്നെ അലാസ്കയുടെ മറ്റ് വളരെയധികം ഭാഗങ്ങളുണ്ട് ഞങ്ങൾ പോകാത്തത്. ഇനി എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോകളും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഞാൻ സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഞാൻ ആ സ്ഥലത്തിന്റെ പേരിൽ ഒരു ഫോട്ടോ ആൽബം ഫേസ്ബുക്കിൽ ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് അലാസ്കയിൽ പോയപ്പോൾ അലാസ്ക എന്നൊരു ആൽബം ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഓരോ ദിവസത്തെയും നല്ല സെലക്ടഡ് ഫോട്ടോസ് അല്ലെങ്കിൽ സെലക്ടഡ് വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ അതിലോട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്റെ ഒരു സന്തോഷം, അതുപോലെ എന്നെ ഫോളോ ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് കാണാൻ കഴിയും. അപ്പോ അവർക്ക് മിക്കവാറും അറിയാം ഞാൻ എവിടെയാണ് എന്തൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ. അപ്പൊ എന്നെ കാണുമ്പോൾ പലരും പറയും, ജോണെ അത് നന്നായിരുന്നു, ഇത് നന്നായിരുന്നു. അപ്പൊ നമുക്കൊരു സന്തോഷം, അവര് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ പലരും ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് പോകാനൊരു എൻകറേജ്മെന്റ് ആയിട്ട് മാറും ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള എൻകറേജ്മെന്റ് നിങ്ങളുടെ ഭാഗത്തുനിന്നും വരണം. നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്, അതുപോലെ ലൈക്ക് ചെയ്തിട്ടാണ്, ഷെയർ ചെയ്തിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ അലാസ്കയുടെ അല്ലെങ്കിൽ അലാസ്ക യാത്രയുടെ മൊത്തം പ്ലാന്. അലാസ്ക ഒരു വലിയ സംസ്ഥാനമാണ്. അവിടുത്തെ എല്ലാ കാഴ്ചകളിലേക്കും എത്തണമെങ്കിൽ വർഷങ്ങൾ തന്നെ വേണ്ടി വരും. എങ്കിലും ഉടനെ തന്നെ ജൂനോ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏതായാലും ഞങ്ങളുടെ ഈ യാത്രയുടെ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും ഒക്കെ, സുഹൃത്തുക്കൾക്കും അതുപോലെ ഫാമിലിയിലുള്ള മറ്റവർക്കൊക്കെ ഇതിന്റെ കാഴ്ചകൾ അയച്ചു കൊടുക്കുക. ഞാൻ ഇതിന്റെ വിവരണത്തിന് താഴെ ചാനലിന്റെ ലിങ്കും അതുപോലെ വേറെ കുറെ വീഡിയോകളുടെ ലിങ്കുകളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ എന്റെ അമേസിംഗ് അമേരിക്ക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദാറ്റ് വൺ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഒരു ആൾ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ.